എന്താ സിഗ്നൽസ് എല്ലാം കറക്റ്റ് ആയിരുന്നു സാർ. സിഗ്നൽ കളയടോ, സാധനം പെട്ടിലോണ്ട് നോക്കിയോ അതോ ഷട്ടിയാണോ? അയ്യോ അല്ല സാർ, എല്ലാം കറക്റ്റ്. പോലീസിനോ CID-കൾക്കോ ചോമ്പാരി കടപ്പുറം മണത്ത് നോക്കാൻ പോലും സാധിച്ചില്ല. സാർ ചായ കൊണ്ടുപോടാ. ചായ കൊണ്ടിറങ്ങേണ്ട നേരം. പെരേര ഷരട്ടൺ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോൺ ചെയ്ത് ഉടനെ ശരി. ഓക്കെ ദെൻ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം അടുത്തു. കുഞ്ഞിരാമ സാർ ചായ. പിന്നെയും ചായ കൊണ്ടുവന്നിരിക്കുക. ചായക്കല്ലടാ, പുറത്തൊരു CID വന്നിപ്പുണ്ട്. ചോദിച്ചാൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. കൊണ്ടുപോ. വാ. ഇവിടെ ആര്? ട്രേഡേഴ്സിന്റെ മുതലാളി. വിളിക്കയാളെ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആരും ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അകത്തുണ്ടെങ്കിലും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു അല്ലേ? അതല്ല, പിന്നെ പുറത്ത് പോയിരിക്കുകയാണ്. ഞാൻ അകത്തിറന്നിരിക്കട്ടെ. അത് പറ്റില്ലേ എന്ന് പറഞ്ഞ എനിക്ക് അയാളെ കാണണ്ടേ? എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓ ശരി. അപ്പൊ അകത്തിറന്നിരിക്കാനും പാടില്ല, ഇവിടെ നിൽക്കാനും പാടില്ല. ഓഹോ, ഇവിടെ പുറത്ത് നിൽക്കാൻ ആരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ? വേണ്ട. ഇവിടെ നിന്നോളാം. സാർ, എല്ലാം തകർന്നു. ഇപ്പൊ പെരേര വരും, എല്ലാം പൊളിയും. രണ്ടും കൽപ്പിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. മുറ്റത്ത് കാർ കിടപ്പുണ്ടല്ലോ, ഈ ബ്രീഫ് കേസുമായി കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കാം. അതിന് CID വെളിയിൽ നിൽക്കല്ലേ? അതാ ഞാൻ പറഞ്ഞ രണ്ടും കൽപ്പിച്ചെന്ന്. ഫുൾ സ്പീഡിൽ കാറങ്ങ് ഓടിക്കുക. അല്ലാതെ ഇതുമായി ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ ആപത്താ. അത് ശരിയാ. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നേരെ സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോകാം. ആളൊഴിഞ്ഞ സ്ഥലമാണല്ലോ. പെരേരയോട് അവിടെ എത്താൻ പറയാം. ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടി നമുക്ക് കൈവറാൻ പറ്റുള്ളൂ. ഓക്കെ സാർ. ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നോ? പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്ത? ഓ, ചിലപ്പോ തല്ലുമെന്ന് ഭയന്നായിരിക്കും. ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? ഹലോ മിസ്റ്റർ നമ്പ്യാർ. മുതലാളി. ഓ മൈ ഗോഡ്, CID എസ്കേപ്പ്. മുതലാളി പൈസ വിട്ടു. മുതലാളി ഫുൾ സ്പീഡ്. ഞങ്ങളുടെ ജോലിക്കാരൻ. മുതലാളി ഒന്നോട്, ഞങ്ങളുടെ ജോലിക്കാരൻ. ഒരിടത്തും രക്ഷയില്ല. നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. കാർ തടയാൻ ഇതിനകം വയർലെസ് സന്ദേശം കൈമാറിയിട്ടുണ്ടാവും. കാർ മാറുന്ന ബുദ്ധി. പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടമാണ് സാർ. ഇവിടെ അടുത്ത് കുറെ കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു മില്ലുണ്ട്, വെങ്കടേശ്വര മിൽ. പെട്ടി അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ ഒളിപ്പിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ CID-കളെ ജീവനോടെ വെച്ചോണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല. നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശ് കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം. പവനായി വന്നേ പറ്റൂ. ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. മുതിര അടുത്തെങ്ങനെ കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ്? വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി. കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു? ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് PV നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഇന്ന് ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്.
ആ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. 2 ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയും വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല. അവർ സിഐഡികളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ 2 സിഐഡികൾ. നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സി, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. ലുക്ക് ഹിയർ. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക് ഗൺ. ഇത് അമ്പ് മില്ല്, ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവുമുണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി. എന്ത് സംവിധാനമായാലും കൊള്ളാം, പെട്ടെന്ന് വേണം. CIDകളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലാണ് ഇപ്പൊ നടപ്പ്. വണ്ടി തള്ളിക്കൊണ്ട്. വെരി ഗുഡ്. അപ്പോ ആ കായ്കറി വണ്ടിയിൽ ഞാനൊരു ടൈം ബാമ്പ് വെച്ചേക്കാം. അതെങ്ങനെ? ബാലേട്ട, അയ്യോ ബാലേട്ട, ഇത് എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയാ ബാലേട്ട? നോ മോർ എക്സ്ക്യൂസസ്. ഒന്നല്ല 2 പേരെയാണ് തട്ടേണ്ടത്, അതും അതിസമർത്ഥന്മാരായ 2 പേർ. ഇനി തെറ്റുപറ്റില്ല. ഡാർജിലിംഗിലെ ഗൂർഖ ഗറില്ലകളെ പോലെ ഞാനെന്ന് കാണിച്ച അമ്പുമില്ല ഉപയോഗിച്ചാലോ? എന്ത് കുന്തം ഉപയോഗിച്ചാലും വേണ്ടില്ല, കുന്തം പറ്റില്ല. ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബാമ്പ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ. അതുപോലെ ആയാലോ? തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന്. 2 പേരെയും തട്ടിയതിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി. ഓക്കെ, ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ. ഗുഡ് ബൈ. ബൈ. ബ്ലഡി ഷിറ്റ്. അവനത് ഓൺ ചെയ്തില്ല. ചതിച്ചു. അവനത് മാർവാടി കടയിൽ കൊടുക്കാനാണ് പരിപാടി. കടക്കാരനത് ഓൺ ചെയ്താൽ ആകപ്പാടെ കുഴപ്പമാവും. അവൻ രക്ഷപ്പെട്ടെന്നും വരും. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം. എന്ത് വില കൊടുത്താലും വേണ്ടില്ല. ഗോ. ഈ റേഡിയോ വിൽക്കാനാണോ? ആണെങ്കിൽ എന്റെ സ്വന്തം റേഡിയോ വിൽക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ. എന്ത് വില വേണം? നിങ്ങൾക്ക് വേണം? എന്ത് തരും? എന്തും തരും. ടാക്സി.